ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച പോലെ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ ഇഷ്യൂവിന് ഒരു ശമനം വന്നിരിക്കുകയാണ്. 3 കൂട്ടരും കൂടിയിട്ട് 2 ആഴ്ചയ്ക്ക് സീസ് ഫയർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ട്രംപിൻ്റെ അൾട്ടിമേറ്റ് ഉണ്ടായിരുന്നു ഇന്ന് പുലർച്ചെ, അതായത് അമേരിക്കൻ ടൈം പ്രകാരം ഇന്നലെ രാത്രി 8 മണിക്ക്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നോക്കുകയാണെങ്കിൽ ഇന്ന് പുലർച്ചെ 5:30 ആണ്. ഈ 8 PM അമേരിക്കയിലത്തെ ടൈം വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈസ്റ്റേൺ ടൈം വെച്ച് നോക്കുമ്പോൾ, അപ്പോൾ ഇന്ന് പുലർച്ചെ 5:30 തന്നെ ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള സീസ് ഫയർ അനൗൺസ്മെന്റ് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിരുന്നു. ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇറാനിൽ നിന്ന് ഇറാൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു സീസ് ഫയർ ലോക ജനതയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ്. അതോടൊപ്പം തന്നെ ഇറാനിലുള്ള ജനങ്ങളെ സംബന്ധിച്ച്, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുള്ള ജനങ്ങളെ സംബന്ധിച്ച്, ഇസ്രായേലിലുള്ള ജനങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം ഇന്ന് മോർണിംഗിൽ ഈ സീസ് ഫയർ അനൗൺസ് ചെയ്തതിന് ശേഷം വീണ്ടും ഇറാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെയൊക്കെ മിസൈലുകൾ തൊടുത്തുവിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു സീസ് ഫയർ അനൗൺസ്മെന്റ് ലോക ജനതയെ സംബന്ധിച്ച് നല്ലതാണ്, ഗ്ലോബൽ എക്കണോമികളെ സംബന്ധിച്ച് നല്ലതാണ്. ഒപ്പം സ്റ്റോക്ക് മാർക്കറ്റിനും കമ്മോഡിറ്റി മാർക്കറ്റിലെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന് വീക്ക് തന്നെയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ അറൗണ്ട് 16% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം അലുമിനിയം സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ കമ്മോഡിറ്റികളും പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കയിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഈ ഡീൽ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പുള്ള മാർക്കറ്റ് സെന്റിമെന്റ് ആയിരുന്നു ഡൗ ജോൺസ് സ്ലൈറ്റ്ലി വീക്കായിരുന്നു. അതേസമയം മറ്റ് ഇൻഡസ്ട്രികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. ഒപ്പം ടെക്നോളജി സ്റ്റോക്കുകളും ഒരു മിക്സഡ് സെന്റിമെന്റ് ആണ് ഇന്നലെ കാഴ്ചവെച്ചത്. ഈ ഡീൽ അനൗൺസ് ചെയ്തതിനു ശേഷം എല്ലാ സ്റ്റോക്കുകളും അമേരിക്കയിലും ബെറ്റർ ആണ്. അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ, അതുപോലെ തന്നെ യൂറോപ്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകൾ, ലോകത്തിലെ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യയിൽ ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ മാർക്കറ്റുകളും, ജപ്പാൻ, സൗത്ത് കൊറിയ മാർക്കറ്റുകൾ അറൌണ്ട് 4.55% ബെറ്റർ ആണ്. ചൈനീസ് ഇൻഡെക്സുകൾ അറൌണ്ട് 2.5% ബെറ്റർ ആണ്. എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് അറൌണ്ട് 23,806 ലെവലിലാണ് രാവിലെ 7:45. ഒപ്പം സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സാംസങ് ഇലക്ട്രോണിക്സ് റെക്കോർഡ് ഹൈന് അടുത്താണ് ഇന്ന് മോർണിംഗിൽ സൗത്ത് കൊറിയയിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആഫ്റ്റർ അവേഴ്സിൽ അമേരിക്കയിലെ എല്ലാ സ്റ്റോക്കുകളും ബെറ്റർ ആണ്. ഇന്ന് ഏഷ്യ മാർക്കറ്റുകൾ ബെറ്റർ ആണ്. എല്ലാ ഇൻഡെക്സുകളും ബെറ്റർ ആണ്. ബ്രന്റ് ക്രൂഡ് ഓയിലും അലുമിനിയം ഒഴികെയുള്ള എല്ലാ കമ്മോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സീസ് ഫയർ അനൗൺസ്മെന്റ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇന്ത്യനെ സംബന്ധിച്ച് നൽകാൻ പോകുന്നത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്രൂഡ് ഓയിലിനെയും അതുപോലെ തന്നെ LPGനെയും ഒക്കെയാണ്. അത്തരത്തിലുള്ള കമ്മോഡിറ്റികളുടെ പ്രൈസ് താഴെ പോരുന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്ത്യൻ എക്കണോമിക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഒപ്പം നമ്മുടെ കറൻസി വീണ്ടും റിക്കവർ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കറൻസി 95.2 രൂപ പെർ ഡോളർ വരെയൊക്കെ താഴെ വന്നിരുന്നു. അതിനുശേഷം RBIയുടെ ഇടപെടലിലൂടെ വലിയ രീതിയിലുള്ള റിക്കവറിയാണ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഗ്ലോബലി ഈ സീസ് ഫയർ അനൗൺസ്മെന്റ് ഇന്ത്യൻ റുപ്പിക്കും പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഡിസിഷൻ രാവിലെ അനൗൺസ് ചെയ്യും. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ളൊരു തീരുമാനമാണെങ്കിൽ തീർച്ചയായിട്ടും അതും മാർക്കറ്റിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് സെന്റിമെന്റ് വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. എന്നിരുന്നാലും ധാരാളം സ്റ്റോക്കുകളൊക്കെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ഇന്ത്യൻ ഹോട്ടൽസിന്റെ ടോട്ടൽ ഹോട്ടൽ പ്രോപ്പർട്ടീസ് 628 അവർ പറയുന്നത്. 373 ഹോട്ടൽസ് ഓപ്പറേഷണലാണ്. 255 ഹോട്ടലും കൂടി പുതുതായിട്ട് അണ്ടർ ഡെവലപ്മെന്റ് ആയിട്ടുണ്ട്. ഇന്ത്യൻ ഹോട്ടലിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവ് ന്യൂസാണ്. ആദിത്യ ബിർള റിയൽ എസ്റ്റേറ്റ് 1600 കോടി രൂപ വരെ
പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഗുരുഗ്രാമിലാണ്, പോസിറ്റീവാണ്. അരവിന്ദ് സ്മാർട്ട് സ്പേസസ് മുംബൈയിലത്തെ അവരുടെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രൊജക്റ്റ് 2400 കോടി രൂപയാണ് റവന്യൂ എക്സ്പെക്ട് ചെയ്യുന്നത്. പ്രിൻസ് പൈപ്സ് ആൻഡ് ഫിറ്റിംഗ്സ് പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. ഗെയിൽ പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫോസിസ് പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. പ്രോസ്റ്റാം ഇൻഫോ 165 കോടി രൂപയുടെ ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വാൻ ഡിഫൻസ് അറൌണ്ട് 3000 crore ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. 4 അമോണിയ ബൾക്ക് ഏരിയസ് നിർമ്മിക്കാനുള്ള ഓർഡറാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് സ്വാൻ ഡിഫൻസിനെ സംബന്ധിച്ച്. ഈ LIC ബോണസ് ഷെയർസ് അനൗൺസ്മെന്റ് നടത്താൻ പോവുകയാണ്. April 13 ബോർഡ് മീറ്റിംഗ് വരുന്നത്. LIC ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ എത്രത്തോളം സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. മാർക്കറ്റ് വളരെ നെഗറ്റീവ് സെന്റിമെന്റിൽ നിൽക്കുന്ന ഈ അവസരത്തിലുള്ള ഈ അനൗൺസ്മെന്റ് പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഇക്വിറ്റി ക്യാപിറ്റൽ വീണ്ടും വലുതാവാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വലിയൊരു പോസിറ്റീവ് അപ്രീസിയേഷൻ ഒന്നും തന്നെ നമ്മൾ ഈ ബോണസ് അനൗൺസ്മെന്റ് കൊണ്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല. മറിച്ച് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു ന്യൂസാണ്. അപ്പോൾ LICയുടെ ബോണസ് അനൗൺസ്മെന്റ് ന്യൂസ് പോസിറ്റീവ് ആണ്. ഇത്തരത്തിൽ ബോണസ് അനൗൺസ്മെന്റുകൾ ധാരാളം ക്യാഷ് റിസർവുള്ള മറ്റ് PSU കമ്പനികളും ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ നടത്താനുള്ള സാധ്യതകളുണ്ട്. പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് CE ഇൻഫോസിസ്റ്റംസ് ആണ്. പോസിറ്റീവ് ന്യൂസാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും പ്രൊമോട്ടേഴ്സ് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ധാരാളം ബൈ നടത്തിയിരുന്നു. ഇന്നലത്തെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ സെല്ലിംഗ് ഫിഗർ നോക്കുകയാണെങ്കിൽ ഇന്നലെയും വലിയ രീതിയിലാണ് സെല് ചെയ്തിരിക്കുന്നത്. 8692 കോടി രൂപയാണ് സെല് ചെയ്തിരിക്കുന്നത്. അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 7979.5 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബയേഴ്സ് ആയിരുന്നു. തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇത് ലോങ് റണ്ണിൽ ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്ട് നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പൊതുവെ ഒരു പോസിറ്റീവ് ബയാസ് ആണ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഗോൾഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് മോർണിംഗിൽ 7.45 ട്രേഡ് ചെയ്യുന്ന $4815 പെർ ഔൺസിനാണ്. നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ്. അതോടൊപ്പം സിൽവറും നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. $76.5 പെർ ഔൺസിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ 16% താഴെയാണ്. $94.5 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂസുകളെല്ലാം തന്നെ അതാത് കമോഡിറ്റികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഗോൾഡ് സിൽവർ പോസിറ്റീവ് ആണ്. ക്രൂഡ് ഓയിലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നൈമസ് ക്രൂഡ്, WTI ക്രൂഡും അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലൊക്കെ നല്ല രീതിയിൽ താഴെ വന്നിട്ടുണ്ട്. ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇന്ന് പൊതുവെ പോസിറ്റീവ് മൊമെന്റം തന്നെയാണ്. ഇനി വലിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളിലൊക്കെ ചേഞ്ച് വരികയാണെങ്കിൽ, അതായത് 2 വീക്സ് സീസ് ഫയറിൽ ഇനിയും വാഗ്വാദങ്ങൾ തുടരുകയാണെങ്കിൽ അതിൻ്റെതായ വോളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ, ഇറാന്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ബോംബിംഗ് ആണ് ഇന്നലെ ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാനിൽ നടത്തിയിരുന്നത്. അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ ഇറാനിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീസ് ഫയർ അനൗൺസ്മെന്റ് ഇറാനും ഒരു ആവശ്യകത തന്നെയായിരുന്നു. ഒപ്പം ഫേസ് സേവ് ചെയ്യാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റിന് ഒരു ആവശ്യകത തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും ഒരു സീസ് ഫയറിൽ എത്തിയിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ലോകത്തിലെ എല്ലാ ജനങ്ങളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് സെന്റിമെന്റിലോട് കൂടിയുള്ള ഒരു റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അടുത്ത ദിവസങ്ങളിൽ. ഒപ്പം നമ്മുടെ കമ്പനികളുടെ Q4 റിസൾട്ടുകളും വന്നു തുടങ്ങും. അതിനനുസരിച്ചിട്ടുള്ളൊരു മൂവ്മെൻറ്റും കാണാം. ആനുവൽ റിസൾട്ടും അതുപോലെ തന്നെ Q4 റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതോട് കൂടിയിട്ട് LIC പോലുള്ള സ്ഥാപനങ്ങൾ ഓൾറെഡി ബോണസ് അനൗൺസ്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം മറ്റ് PSU കമ്പനികളും മറ്റ് കമ്പനികളും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ബോണസ് അനൗൺസ്മെന്റുകളും ഹയർ ഡിവിഡൻഡൊക്കെ അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമന്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.